ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചൂരയുടെ തല വെച്ച് ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്നത് പോലത്തെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചൂരയുടെ തലക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളി, പിന്നെ ചൂര നന്നായിട്ടെല്ലാം കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കിയതാണ് അതിൻ്റെ തലയൊക്കെ. പിന്നെ സവാളയുണ്ട്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങളുണ്ട്. ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് വയ്ക്കാം, പേസ്റ്റ് പോലെ നമുക്കൊന്ന്. പിന്നെ വേണ്ടത് നമുക്ക് സവാളയാണ്. സവാള നമുക്ക് ഞാനൊരു മീഡിയം സൈസ് 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചത് ഇവിടെ എടുത്തു വെച്ചു. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ തലക്കറി. നമ്മൾ ഷാപ്പിലൊക്കെ വെക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്താൽ സവാള എളുപ്പം മൂക്കുമല്ലോ. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് സവാള നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും, ആ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണമൊക്കെ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളാണ് ചേർക്കുന്നത്. ഒരു 4 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഞാനൊരല്പം ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് അതും കൂടെ ചേർക്കുമ്പോൾ. കായപ്പൊടിയും ഗരം മസാലയും ഓരോ നുള്ള് വീതം ചേർത്തിട്ടുണ്ട്. പൊടി നന്നായിട്ട് മൂത്ത് നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി എടുത്ത് വെച്ചതല്ലോ, അതും നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ടതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഒരല്പം ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം തലക്കറി ആയതുകൊണ്ട് പുളി നന്നായിട്ട് പിടിക്കണം ഈ മീൻ കറിയിലൊക്കെ. നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കാനാണ് ഈ കറി ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി കുറച്ച് നേരം ഒന്ന് നമ്മൾ ചെറിയ തീയില അരപ്പൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തോനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കട്ടി ഗ്രേവിയൊക്കെ ആയിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ കണ്ടില്ലേ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുളിവെള്ളം കുറച്ച് അവിടെ ഇരുന്ന് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പൊക്കെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തലക്കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തലക്കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയതാണ്, അതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് തല നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകി വേണം ഇതെടുക്കാൻ. തലയുടെ പുറത്തെ തൊലിയൊക്കെ നമ്മൾ പിച്ചാത്തിക്ക് ഇരിഞ്ഞ് കളയാനും പറ്റും എളുപ്പമായിട്ട്. അപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ട. നമ്മൾ നല്ല കുറുകിയ ചാറോടുകൂടി വേണം ഈ തലക്കറി നമ്മൾ പറ്റിച്ചെടുക്കണം അങ്ങനെ. അപ്പം നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് ചെറിയ തീയിലൊന്ന് കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇനിയും നമ്മൾ തീ കുറച്ച് ഒരു 10-15 മിനിറ്റും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലെയിം കുറച്ച് വേണം ഇത് വെക്കാൻ, എന്നാലേ കറി നന്നായിട്ട് കുറുകി ഇതെല്ലാം സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ പുറത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ആവശ്യത്തിന് നേരത്തെ ഒഴിച്ചതുകൊണ്ട് ചേർക്കുന്നില്ല. ഒരുപാട് എണ്ണയൊന്നും അങ്ങനെ അധികം നമ്മൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു രുചിക്ക് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തിങ്ങനെ കറിവേപ്പിലയുടെ പുറത്തൂടെ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ചെറിയ തീയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്നും കൂടെ പറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള സ്വാദിഷ്ടമായ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്